കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതിന്റെ 50-ാം വാർഷികം ആഘോഷിച്ചത് 2026 ഫെബ്രുവരി 12-ന്. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ പദ്ധതി നാടിന് സമർപ്പിച്ചത്. വേൾഡ് മലയാളി കൗൺസിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആഗോള സംഗമം ആർദ്രം 2026 ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ ഏകോപിപ്പിക്കുക, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. പാക് അധീന കാശ്മീരും അക്സായി ചിഹ്നം ഒഴിവാക്കി ഇന്ത്യയുടെ ഭൂപടം തെറ്റായി എക്സിൽ പങ്കുവച്ച വിദേശ ഏജൻസി US ട്രേഡ് റെപ്രസെന്റേറ്റീവ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതി. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡറുകൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ മറ്റ് സർക്കാർ ക്ഷേമ പെൻഷനുകളോ ലഭിക്കാത്തവർക്കാണ് ഈ സഹായം ലഭിക്കുക. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. 2026 പ്രമേയം റേഡിയോയും കൃത്രിമ ബുദ്ധിയും. AI ഒരു ഉപകരണമാണ്, ശബ്ദമല്ല. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഭരണരംഗത്തും സാംസ്കാരിക ഗവേഷണ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച IAS ഉദ്യോഗസ്ഥൻ T. മാധവ മേനോൻ. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര വയസ്സാക്കി നിജപ്പെടുത്താനാണ് കേരള സർക്കാർ തീരുമാനിച്ചത്. 6 വയസ്സ്. കിഴക്കൻ നാഗാലാൻഡിൽ വികസനത്തിനായി രൂപീകരിക്കുന്ന പുതിയ ഭരണ സംവിധാനം ഫ്രോണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടോറിയൽ അതോറിറ്റി.